ഹലോ എവ്രി വൺ ആൻഡ് അസ്സാം വലൈക്കും എവരി വൺ, വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിലേക്കുള്ള യാത്രയും നാട്ടിലെത്തിയിട്ടുള്ള ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് പുറമെ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 9:30 കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിൽ തന്നെ ഇവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ നേരത്തെ താമസിച്ചിരുന്നായിരുന്നു നമുക്ക് 5 മിനിറ്റിൽ എയർപോർട്ടിലെത്തായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ നമുക്കൊരു 10-20 മിനിറ്റ് വേണം. അപ്പോൾ ഇക്കാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾ തന്നെയായിരുന്നു നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളവിടെ ഏകദേശം ഈവനിങ് ആയപ്പോൾ തന്നെ നമ്മൾ സമയത്തിന് അവിടെ എത്തി. ബഹ്റൈൻ എയർപോർട്ട് എനിക്ക് എപ്പോഴും കൗതുകമാണ് കേട്ടോ. എനിക്ക് അവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 4-5 വർഷം മുന്നേ ആണ് ഇത് ആക്ച്വലി പുതിയ എയർപോർട്ട് സ്റ്റാർട്ടായത്. അന്ന് മുതലേ എനിക്കിത് ഭയങ്കര കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ലഗേജൊക്കെ പോയി നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം പിന്നെ ലോഞ്ചിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത്. കാരണം അവിടെ പോയാൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അവിടെ ഉണ്ട്. എസ്പെഷ്യലി അവരുടെ അറബിക് ഫുഡുകളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പൊതുവേ അവിടുത്തെ എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരുടെ പാസ്ത, ആൽഫ്രെഡോ പാസ്ത, ഇനിയിപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൽഫ്രെഡോ പാസ്ത ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി ഡെസേർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊതുവേ എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും കഴിച്ചില്ല. പിന്നെ മക്കളൊക്കെ അവിടെ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റിൽ കയറാൻ ഏകദേശം സമയമായ സമയത്ത് നമ്മൾ താഴേക്കിറങ്ങി. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും ഇപ്പോഴും ഈ ജനലരികിൽ ഇരിക്കാനും താഴേക്ക് നോക്കി ഇങ്ങനെ ആ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ ഇപ്പോഴും ഇഷ്ടമാണ്. കുട്ടികളെപ്പോലെ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ മക്കളൊക്കെ വലുതായ സമയത്ത് അവരാണ് എപ്പോഴും വിൻഡോ സീറ്റൊക്കെ ആവശ്യപ്പെടുക. പക്ഷെ എന്നാലും ഞാനൊന്ന് എത്തി നോക്കും എന്താണ് താഴെ എന്നുള്ളത്. ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തുകാരി ആയതുകൊണ്ടായിരിക്കാം അവർ, പക്ഷേ ഇപ്പോഴും എനിക്കതൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നുന്നത്. പണ്ട് ചെറിയ കുട്ടിയായപ്പോൾ അതേ വിമാനം പോകുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ താഴ്ന്ന് മേലോട്ട് നോക്കുമ്പോൾ ചെറിയതായിട്ട് ഇങ്ങനെ ഈ ഫ്ലൈറ്റിനെ കാണുന്നതൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എത്ര പ്രാവശ്യമൊക്കെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാനത് ഓർക്കാറുണ്ട്. അത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനത് കൊണ്ടു നടക്കാറുണ്ട്. ഞാനതിങ്ങനെ പാടത്തോട് ഓടി ആ ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് കേൾക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഓടിയിട്ട് അത് ചെറുതായിട്ട് ആ വിമാനത്തെ കാണുന്ന ആ കാഴ്ച അതൊരു പിക്ചർ പോലെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരൊറ്റ പ്രശ്നം എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് ലഗേജ് കിട്ടുന്ന കുറച്ച് സമയം എപ്പോഴും എടുക്കാറുണ്ട്. പക്ഷേ ഒരുപാട് ഫ്ലൈറ്റിൽ ഒരേ സമയത്ത് വരുന്നത് കൊണ്ടാവാം. പക്ഷെ അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ വെച്ച് എത്തിയൊരു സന്തോഷവും എയർപോർട്ടും തന്നെ ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡിലൊക്കെ ഇപ്പോൾ ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളും വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരിക്കലും കുറ്റം പറയാനില്ല. നമ്മുടെ നാട്ടിലെ എയർപോർട്ട് എന്ന് പറയുന്നത് ശരിക്കും നമുക്കിതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഹെവി റെയിനായിരുന്നു. സത്യത്തിൽ ഭയങ്കര സന്തോഷം. നമ്മൾ കുറേ കാലത്ത് മഴ കാണുന്നില്ലല്ലോ, കാണാതെ പിന്നെ നാട്ടിൽ വന്നപ്പോൾ മഴ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ വീട്ടിലെത്തി ആ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചായയും ഉച്ചയിലത്തെ ചോറും എല്ലാം കഴിഞ്ഞു. ഈവനിങ് ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വീട് പണിയുടെ സ്ഥലത്തേക്ക് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി വീട് പണി എന്നൊക്കെ. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പ്രവാസികളുടെ അവസ്ഥ എങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും വീട് പണി തീരുന്നു തോന്നുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തതൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര റെയിനായിരുന്നു, ഹെവി റെയിനായിരുന്നു. ഈ ഭാഗം നോക്കൂ, വെള്ളം നിറഞ്ഞിട്ട് റോഡ് ഏതാണ് തിരിച്ച് ഇപ്പുറത്തുള്ള പാടം ഏതാണെന്ന് പോലും അറിയുന്നില്ല, അത്രയും വെള്ളത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ അടുപ്പുകൾ അതുപോലെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഗ്യാസ് സ്റ്റോവൊക്കെ കണ്ടപ്പോൾ ഏതെടുക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാട് കണ്ടാൽ നമുക്ക് അങ്ങനെയാണല്ലോ ഏതെടുക്കുന്നത്. ഫ്രിഡ്ജൊക്കെ കാണുമ്പോൾ ഈ കളറാണ് നല്ലത്, ആ കളറാണ് നല്ലതെന്നൊക്കെ തോന്നും. അപ്പോൾ സത്യത്തിൽ ഇപ്പോഴത്തേനും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് അവിടെ
പിന്നെ ഇൻറ്റീരിയറൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ അളവൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇപ്പോഴേ പോയിട്ട് ചൂസ് ചെയ്യണം, അപ്പോൾ അതിനനുസരിച്ചാണ് അവർക്കത് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കോഴിക്കോട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹമാണ്, എല്ലാവരും ഇങ്ങനെ റിവ്യൂ ഒക്കെ ചെയ്യുന്നത് കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ പോയതാണ്. അപ്പോൾ അവിടുത്തെ മീൻ ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ശരിക്കും. സാധാരണ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോർമൽ തന്നെ ആയിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊരു ഇൻബിൽറ്റ് അവൻ തന്നെ വേണമെന്ന് ഞാൻ നേരത്തെ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം വീട് പണിയുടെ കാര്യം കൊണ്ട് തന്നെ ഒരുപാട് തിരക്കായതുകൊണ്ട് കുട്ടികളെ കൂടെ നമുക്ക് എവിടെയെങ്കിലും പോകാനോ അധികം സ്പെൻഡ് ചെയ്യാനൊന്നും സമയം ആക്ച്വലി ഇപ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മക്കൾക്ക് എല്ലാവരും പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഹൈലൈറ്റ് മാളിലേക്ക് പോയതാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോഴും ഈ എന്താ പറയുക മോളിൻ്റെയൊക്കെ കൾച്ചറായി വന്നല്ലോ. പിന്നെ അത് മഴയാകുമ്പോൾ കുട്ടികളെയും കൂട്ടി ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. നമ്മളൊരു മോളിൽ പോയിരിക്കുക, പിന്നെ അവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കുക ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോളാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹൈലൈറ്റ് മോളാകുമ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാമല്ലോ. ഇതെൻ്റെ വീട്ടിലൊരു കാഴ്ചയാണ് കേട്ടോ. അതിമനോഹരമായൊരു കാഴ്ചയാണ് ഞാൻ ഇപ്രാവശ്യം കണ്ടത്. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ. ഈ പിള്ളേർ വന്നിട്ട് കുറച്ച് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഉപ്പ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എവിടെയാണ് കുട്ടികളെന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഇത് പറിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് ഈ പൂക്കൾ കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പിള്ളേർ വന്നിട്ട് പൂക്കൾ ഇവിടുന്ന് പറിച്ചു കൊണ്ടുപോകും, അവിടേക്കുള്ള പൂജയ്ക്കുള്ള പൂക്കളൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളെ കേരളത്തിൽ എത്ര മനോഹരമായിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും പലയിടത്തും നമ്മളിങ്ങനെ കേൾക്കുമല്ലോ ഈ റിലീജിയസ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇത് കേരളത്തിൽ വന്ന് കാണണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. സത്യം പറയാലോ എനിക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അറബി കൺട്രിയിലാണ് നിൽക്കുന്നത്, എന്നിട്ട് പോലും എനിക്ക് അത്തരത്തിലുള്ള ഒരു റിലീജിയനെ കുറിച്ച് പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് കേരളക്കാരത്തു നിന്നല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സന്തോഷമാണ്, കേരളക്കാരും അങ്ങനെ പറയുന്നില്ലല്ലോ എന്നുള്ളത്, മറ്റുള്ളവരല്ലേ എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അവസ്ഥ. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അവരിലൊക്കെ പലരും പറയാറുണ്ട് അവിടെ നിന്ന് അവർ അനുഭവിക്കുന്നതിനെ കുറിച്ചും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവർ ശരിക്കും പറയാറുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിയാണ്, അവർക്ക് അനുഭവം ഉണ്ട് എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ എത്ര ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ഐക്യവും കാര്യങ്ങളൊക്കെ എന്നും നല്ലതുപോലെ മുന്നോട്ട് പോവട്ടെ. ഇടയ്ക്ക് ചില പിന്തിരിപ്പൻ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇന്നും സന്തോഷമായിട്ട് സാഹോദര്യത്തോടുകൂടി നിൽക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വീട്ടിലെ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. രാവിലെ എപ്പോഴും ഇപ്പോൾ പത്രം വായിക്കും, അത് ഇപ്പോഴും ആ ഒരു ശീലമുണ്ട്. പിന്നെ ഞാൻ രാവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലകളൊക്കെ, എൻ്റെ നാട്ടിലെ രാവിലകൾ. കുറച്ച് നേരത്തെ എണീറ്റ് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂക്കളും ചെടികളും ഒക്കെ നോക്കിയിട്ട്. ഇരുന്നൂറോ? നീ പണ്ടത്തെ മാതിരി ഇത് കൊടുക്കണ വിട്ടളാ. എന്നിട്ട് എല്ലാരും ജീവനോടെ അപ്പോൾ ഇത് നമ്മുടെ മീൻകാരൻ അലികാക്കയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അലികാക്കനോടൊക്കെ ഇത്തിരി കുശലം പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ്. എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്ന ആളുകളെ കാണുമ്പോൾ അവരുടെ ഇത്തിരി വിശേഷം ചോദിച്ചൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ വീണ്ടും അടുത്ത വെക്കേഷനൊക്കെ അല്ലേ നമ്മൾ കാണുള്ളൂ. നല്ല പക്കവട, നാട്ടിൽ ഏകദേശം ഒരു 1.5 മാസം നിന്നതിന് ശേഷം വീണ്ടും ബഹ്റൈനിലേക്കുള്ള തിരിച്ചുള്ള യാത്രയാണ്. അതിരാവിലെ ആയിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അതിരാവിലെ എന്ന് പറയുമ്പോൾ നമ്മളൊരു 3 മണിക്കൂർ മുന്നേ എയർപോർട്ടിലെത്തുന്നതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നല്ലോ. അപ്പോൾ ഉറക്കമൊക്കെ ഒരു കഥയായിരുന്നു. രാവിലെയുള്ള ഫ്ലൈറ്റ് ശരിക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല, യാത്രയൊക്കെ വളരെ നല്ല തന്നെ ആയിരുന്നു.
അപ്പോൾ അതെ, ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇനി ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഒരു വീഡിയോ ഇടാം ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ നിഷന. താങ്ക് യു സോ മച്ച്.